ദുറാത്തുൻ സമീന, വിലപിടിപ്പുള്ള മുത്തുകൾ. പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പ് റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിരുന്നു. പക്ഷേ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പേ പ്രവാചകൻ മരണപ്പെട്ടു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ചെയ്ത കാര്യം പ്രവാചകൻ തയ്യാറാക്കി നിർത്തിയ സൈന്യത്തെ പറഞ്ഞേക്കലായിരുന്നു. അങ്ങനെ ആ സൈന്യത്തെ അയക്കുമ്പോൾ അബൂബക്കർ സേനാനായകനും സൈനികർക്കും നൽകിയ ചില ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. ഔസ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് ഉപദേശിച്ചു ഉസാമത്ത് ബിൻ സെയ്ദിൻ വ ജയ്ശഹു, ഉസാമത്ത് ബിൻ സെയ്ദിനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും അബൂബക്കർ ഉപദേശിച്ചു. ഹീന സൈരിഹി ഇല അബ്നായ്, അബ്നായിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് മുമ്പ്. അബ്നായ് എന്നാൽ ഇന്നത്തെ സിറിയയുടെ ഒരു അതിർത്തി പ്രദേശമാണ് അബ്നായ്. ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ അതിർത്തിയിലുള്ള സ്ഥലം. അവിടെ റോമക്കാരുടെ സൈനിക താവളമാണ്, ഒരു ശക്തമായ സൈനിക കേന്ദ്രമാണത്. അവിടെയാണ് ഇവർ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അബൂബക്കർ അവരെ ഉപദേശിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിൽക്കൂ, ഊസിക്കും ബി അശരിൻ, ഞാൻ നിങ്ങൾക്ക് 10 ഉപദേശങ്ങൾ തരാം. ഫഹഫലുഹ അന്നി, അത് നിങ്ങൾ എന്നിൽ നിന്നും കേട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണവ? ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കരുത്, യുദ്ധമായാലും വഞ്ചന പാടില്ല. വലാ തഖുല്ലു, കൊള്ളയടിക്കരുത്. വലാ തഖ്ദിറു, ചതിക്കരുത്. ഇതൊക്കെ സാധാരണ മറ്റു ആളുകളൊക്കെ, മറ്റു സൈനികരൊക്കെ, മറ്റു രാജ്യങ്ങളുടെ ആളുകളൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായി നടന്നു വരുന്നതാണ്. ഇവിടെ ഇവരിപ്പോൾ പ്രവാചകനോ അബൂബക്കറോ ഇല്ലാതെയാണ് യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ അബൂബക്കർ അവരെ ഉപദേശിക്കുകയാണ്, പ്രവാചകൻ നമുക്ക് കാട്ടിത്തന്ന മാതൃക ഇങ്ങനെയൊക്കെയാണ്, അത് നിങ്ങൾ പിന്തുടരണം. അതുകൊണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെയോ കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. വലാ തുമസ്സിലു, നിങ്ങൾ അംഗവിച്ഛേദനം നടത്തരുത്. നിങ്ങൾ കൊലപ്പെടുത്തിയ ശത്രുക്കളെ കൈകാലുകൾ ഛേദിച്ച് വൃത്തികേടാക്കരുത്, അവരുടെ മയ്യത്തുകൾ. വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, ചെറിയ കുട്ടികളെ കൊല്ലരുത്. ഔ ഷെയ്ഖൻ കബീറൻ, അല്ലെങ്കിൽ പ്രായമായ വൃദ്ധന്മാരെ കൊല്ലരുത്. വലംറഅത്തൻ, സ്ത്രീകളെയും കൊല്ലരുത്. വലാ തഖറു നഹ്ലൻ, ഈന്തപ്പനകൾ മുറിച്ചു കളയരുത്. വലാ തുഹരിഖുഹു, അവയെ കത്തിച്ചു കളയുകയും അരുത്. അവരുടെ ശത്രുക്കളുടെ നാട്ടിലെ ഈന്തപ്പനത്തോട്ടങ്ങളും മറ്റൊന്നും കേടുവരുത്തരുത്. വലാ തഖ്തഉ ഷജറത്തൻ മുസ്മിറത്തൻ, ഫലം കായ്ക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തദ്ബഹു ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഅീറൻ, ഒട്ടകത്തെയോ ആടിനെയോ പശുവിനെയോ അറക്കരുത്. ഇല്ലാ ലിമഅക്കലത്തിൻ, ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ, അതായത് ആവശ്യമില്ലാതെ മൃഗങ്ങളെ കൊല്ലരുത്. വസൗഫ തമറൂന ബി അഖ്വാമിൻ, നിങ്ങളൊരു ജനതയുടെ അടുക്കലൂടെ നടന്നു പോകും. ഖദ് ഫറഗു അൻഫുസഹും ഫി സവാമിഅ, അവർ സ്വയം മഠങ്ങളിൽ, ആശ്രമങ്ങളിൽ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞിരിക്കുകയാണ്. ആശ്രമങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന സന്യാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരുടെ അടുക്കൽ കൂടെ നിങ്ങൾ നടന്നു പോകും. ഫദഊഹും വമാ ഫറഗു അൻഫുസഹും ലഹു, അവരെയും അവർ എന്തൊന്നിനു വേണ്ടിയാണ് ഒഴിഞ്ഞിരിക്കുന്നത്, സന്യസിച്ചിരിക്കുന്നത്, അതിനെയും നിങ്ങൾ വെറുതെ വിട്ടേക്കുക. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ല. വസൗഫ തഖ്ദുമൂന, അതായത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് പട്ടാളക്കാരോടാണ്, സൈനികരോടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ സൈനികരെ മാത്രമേ ആക്രമിക്കാവൂ, അല്ലാതെ മറ്റുള്ളവരെ, പൊതുജനങ്ങളെയോ മറ്റും ആക്രമിക്കരുത്. അതേപോലെ ആ നാടിന് കേടുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ കൃഷിയെയും മറ്റും നശിപ്പിക്കാനും പാടില്ല. വസൗഫ തഖ്ദമൂന അലാ ഖൗമിൻ, നിങ്ങളൊരു ജനതയുടെ അടുക്കലേക്ക് ചെല്ലും. യഅ്തൂനക്കും, അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ബി ആനിയത്തിൻ, പാത്രങ്ങളുമായിട്ട്. ഫീഹ അൽവാനു ത്വആമി, അതിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകാം, ഭക്ഷണ ഐറ്റംസ് ഉണ്ടാകും. ഫൈദ അക്കൽതും മിൻഹ ഷൈഅൻ, അതിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിന്റെ പേര് നിങ്ങൾ പറയുക. മീൻസ് ബിസ്മി ചൊല്ലി കഴിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കഴിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവരൊക്കെ ഉണ്ടാകും, അവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള വിലപ്പെട്ട ഉപദേശങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയത്. മറ്റേതൊരു യുദ്ധമെടുത്താലും ഇതേപോലുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള നിലപാടുകളും നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് ഇസ്ലാമിക സൈന്യത്തിൽ മാത്രം ഉള്ളതാണ്.
അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? അസ്സദ്ദീഖ്. 573 മുതൽ 634 വരെ ജീവിച്ച സഹാബിയാണ്. അവ്വൽ അൽ ഖുലഫായി, ആദ്യത്തെ ഖലീഫയാണ് അദ്ദേഹം. അവ്വൽ അൽ ഖുലഫായി റാഷിദീന, ആദ്യത്തെ ഖുലഫാ റാഷിദുകളിൽ ആദ്യത്തെ ആളാണ്. അഹദുൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. വാലിദ് ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷയുടെ പിതാവാണ്. വകാന സദീഖൻ ഹമീമൻ ലി റസൂലില്ലാഹി, പ്രവാചകന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. വസാനിയ സ്നൈനി ഫി ഗാരി സൗർ ഫി ഹിജ്റത്തിൻ നബി, നബിയുടെ ഹിജറയിൽ സൗർ ഗുഹയിൽ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാളായിരുന്നു. രണ്ടാമനാരാണ്? നബിയാണ്. നബിയും അബൂബക്കറും മാത്രമാണ് ഉണ്ടായിരുന്നത്. വാ ഖദ്ദമ ഹയാത്തഹു, അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു. ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ. വഖിദ്മത്ത് ദീനിഹിൽ ഹനീഫ്, അവന്റെ പരിശുദ്ധമായ ദീനിനെ സേവനം ചെയ്യുന്നതിലും അള്ളാഹുവിന്റെ മാർഗത്തിലുമായി കൊണ്ട് അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം തന്റെ വലിയ പണക്കാരനായിരുന്നു. പണം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച സഹാബിയാണ്. നക്തശിഫുൽ വസായിൽ അൽ മുഖ്തലിഫത ലിൽ ഹിഫാദ് അൽ ബിഅത്തി, പ്രകൃതി സംരക്ഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷിക്കാൻ നമുക്ക് വിവിധ മാർഗങ്ങൾ കണ്ടെത്താം. വനക്തുബുഹ കമാ ഫിൽ മിസാൽ, എന്നിട്ട് ഇതേപോലെ എഴുതാം. എന്തൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ? 1, അദം ഇസ്തിഖ്ദാമിൽ അസ്മിദത്തിൽ കീമാവിയ, കെമിക്കൽ രാസവളങ്ങൾ. അല്ല, അസ്മിദത്തിൽ കീമാവിയ മീൻസ് രാസവളങ്ങൾ അല്ലെ, രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അദമ് മീൻസ് ഒഴിവാക്കുക. അൽ മുഹാഫലത്തു അല മിയാഹിൽ അൻഹാരി, പുഴകളിലെ വെള്ളം സംരക്ഷിക്കുക. മിനൻ നുഫായത്തി സിനായത്തി, മാലിന്യങ്ങളിൽ നിന്നും, മാലിന്യങ്ങൾ പുഴയിൽ കൊണ്ടുപോയിടാതിരിക്കുക. തജന്നബ് ഇസ്തിഖ്ദാമി മുബീദാത്തിൽ ഹസ്റാത്തി, കീടനാശിനികൾ ഉപയോഗിക്കുന്നത് തടയുക. അതേപോലെ ചില കാര്യങ്ങൾ എഴുതാം. എന്തെഴുതാം? അദമു റമ്മീൽ നുഫായാത്തി ഫിൽ അർളി, ഭൂമിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. അദമു റമ്മീൽ നുഫായാത്തി ഫിഷവാരി, വഴികളിൽ, റോഡുകളിൽ അല്ലേ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. നുറാജു നസ, പടവാം വായിച്ചു നോക്കാം. വനക്കുംബി തബ്വീബി മഫ്ഹൂമിഹി, അതിൻ്റെ ആശയങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ബാബുകളാക്കി, പാർട്ടുകളാക്കി തിരിക്കാം. അല അസാസി അൽ അനാവിനി താലിയ, താഴെയുള്ള ടൈറ്റിലുകളിൽ എന്തൊക്കെയാണ് ടൈറ്റിലുകൾ കൊടുത്തിരിക്കുന്നത്? അൽ ഖിയമുൽ ഇൻസാനിയ, മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ. അൽ മവാരിദു തബീഇയ, പ്രകൃതി സ്രോതസ്സുകൾ. അസർവത്ത് ദവാജിനിയ, കാലി സമ്പത്ത്. അപ്പോൾ അൽ ഖിയമുൽ ഇൻസാനിയയിൽപ്പെട്ടതാണ് അൽ അമാനത്ത് അല്ലേ, വിശ്വസ്തത. അതേപോലുള്ള മാനുഷിക മൂല്യങ്ങൾ കണ്ടെത്തി എഴുതാം. അൽ അമാനത്ത്, വിശ്വസ്തതയുണ്ട്. പിന്നെ അൽ അദ്ല്, നീതി. അസ്ദിഖ്, സത്യസന്ധത. അത്തവാളു, വിനയം. അത്തസാമുഹ, വിട്ടുവീഴ്ച. അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. പിന്നെ അൽ മവാരിദു തബീഇയ, പ്രകൃതി സോഴ്സുകൾ എന്തൊക്കെയാണ്? അന്നഹല്, ഈന്തപ്പന അല്ലെ. അഷജറത്തുൽ മുസ്മിറ, പഴം കായ്ക്കുന്ന മരം. അന്നഹർ, പുഴ. അൽ ബിർ, കിണർ. അതൊക്കെ അൽ മവാരിദു തബീഇയ. അസർവത്തു ദവാജിനിയ, കാലിസമ്പത്ത് എന്തൊക്കെ വരും? ഷാത്ത്, ആട്. ബക്കറത്ത്, ഒട്ടകം. ബയർ അല്ലെ, ബക്കറത്ത് പശു, ബയർ ഒട്ടകം അല്ലെ, അങ്ങനെയുള്ളതൊക്കെ. ഇനി ഒരു ഡോക്യുമെന്ററി ഫിലിം തയ്യാറാക്കാനാണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഇനി താഴെ കുറച്ച് പ്ലക്കാർഡുകൾ കൊടുത്തിട്ടുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സംഗതി ഫരീഖുമിനെ തുല്ലാബി, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ദഹബു മസാലി തനസുഹി, വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങി. വലമ്മ വസലുൽ ഹദീഖത്തുൽ ആമത്ത്, അവർ പാർക്കിലെത്തിയപ്പോൾ ഇസ്തറ അരീഫുഹും തദാക്കിറ ദുഖൂലി, അവരുടെ ലീഡർ എൻട്രി ടിക്കറ്റുകൾ വാങ്ങി. അങ്ങനെ ഖറഉഹുനക ബഅദൽ ലവാഇഹി, ചില ബോർഡുകൾ അവരവിടെ വായിച്ചു. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒന്നാമത്തേതാണ് ഹാഫിൾ അലാ നളാഫത്തിൽ ഹദീഖത്ത്, പാർക്ക് വൃത്തിയായി സൂക്ഷിക്കുക. കീപ് ദ പാർക്ക് ക്ലീൻ അല്ലേ. അറജാവോ അദമ ഖതഫിൽ അസ്ഹാർ, പൂക്കൾ, ദയവ് ചെയ്ത് പൂക്കൾ പറിക്കരുത്. ഓക്കെ, അപ്പൊ എന്താ പറയാം? പ്ലീസ് ഡോണ്ട് പിക്ക് ദ ഫ്ലവേഴ്സ് അല്ലേ. ഓക്കെ, അതാണ് ഈ പാഠത്തിലുള്ളത്.